1,20,00,000 പേര് ടെലിഗ്രാമിൽ കണ്ടെന്ന് പറഞ്ഞു. അവർക്ക് വെറും മണ്ടന്മാരായിട്ടോ. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടതൊന്നും അല്ല പടം. കാരണം ഇപ്പോൾ ഇതുപോലുള്ള മമതയ്ക്ക് നല്ല വമ്പൻ സ്പേസ് ആ സിനിമയിൽ കിട്ടിയേക്കുന്നത്. ഭയങ്കര സ്പേസ്. വിജയുടെ ആ ഒരു കംബാക്ക് പോലെ, അതായത് വിജയുടെ ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ട് വമ്പൻ മാസോ ഇതൊക്കെ ടെലിഗ്രാമിൽ കണ്ടവരെ സംഭവിച്ചു. ഇതൊന്നും ടെലിഗ്രാം പടം അല്ലത്. ഇതൊക്കെ ശരിക്കും മാസമായിട്ട് തിയേറ്ററിൽ തന്നെ കാണേണ്ട മാസ് പടം. ഇനിയൊരു ഇയാളെ കിട്ടിയാലെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ സങ്കടം. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. കിടിൽ മാസ്. ഒരു 5 വർഷത്തിന് മുകളിൽ ഇതുപോലൊരു മാസ് കണ്ടിട്ടില്ല. കിട്ടു ഒന്നും പറയാനില്ല. ഇറങ്ങി വെച്ചിട്ട് വിജയുടെ ഏറ്റവും മാസ് പടം. അത് പറഞ്ഞേ 1,20,00,000 പേര് ടെലിഗ്രാമിൽ കണ്ടെന്ന് പറഞ്ഞു. അവർക്ക് വെറും മണ്ടന്മാരായിട്ടോ. ഇതൊരു ശരിക്കും തിയേറ്റർ വാച്ച് പടം. വേറെ ഒന്നും പറയാനില്ല. അടിപൊളി. എത്ര കോടി കളക്ഷൻ? കോടി കളക്ഷൻ അല്ല. ഇതുപോലൊരു ജന്മം ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഇല്ലല്ലോ. ഇതുപോലൊരു മാസ് കാണിക്കുന്ന ആള്. വേറെ ഒരു സൂപ്പർ സ്റ്റാർ നമുക്ക് പോയി. അതേ ഉള്ളൂ പറയാനുള്ളൂ. ഒന്നും പറയാനില്ല. കിടിലൻ, അടിപൊളി, തിയേറ്റർ മസ്റ്റ് വാച്ച്. പടം ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വിജയ് പടത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഈ സിനിമക്കകത്ത് കിട്ടുന്നത്. നമുക്കിതിൻ്റെ കഥയും സംഭവങ്ങളും തെലുങ്ക് പടത്തിൻ്റെ റീമേക്കും പരിപാടികളൊക്കെ അറിയാം. പക്ഷേ സ്ക്രീനിനകത്ത് ഒരു ക്രൗഡിൻ്റെ കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ, അങ്ങനെ ചിയർ ചെയ്ത് കാണാൻ പറ്റുന്ന, എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് വിജയ് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ഈ ലാസ്റ്റ് സിനിമ ജനനായകൻ വന്നിരിക്കുന്നത്. പാട്ട്, ഡാൻസ്, അതുപോലെ തന്നെ ആക്ഷൻ എല്ലാം കൊണ്ടും തിയേറ്ററിനകത്ത് എങ്ങനെ പ്രേക്ഷകരെ രസിപ്പിക്കണമെന്ന് അറിയുന്ന നടനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് സിനിമയും അതേ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നാമത് എടുത്തു വരേണ്ട അനിരുദ്ധിൻ്റെ BGM ആണ്. പിന്നെ വിജയുടെ സ്ക്രീൻ പ്രസൻസും രണ്ടും കൂടി ചേരുമ്പോൾ ഗംഭീരമായ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടതൊന്നും അല്ല പടം. കാരണം ഇപ്പോൾ ഇതുപോലുള്ള സിനിമകൾ നിങ്ങൾ തിയേറ്ററിനകത്ത് ക്രൗഡിനകത്ത് ചെയർ ചെയ്തുകൊണ്ട് കണ്ടാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. തിയേറ്റർ അണ്ണൻ തിയേറ്റർ സ്ക്രീനകത്തും കാണാൻ വന്ന ജനങ്ങളാണ് തിയേറ്റർ ഇളക്കി മറിച്ചത്. അത്ര എൻ്റർടൈനിങ് ആയിരുന്നു, ഗംഭീരമായിരുന്നു. വിജയൻ്റെ കുഴപ്പമില്ല. നല്ലൊരു വിജയൻ്റെ പടം എന്നുള്ള മൂഡിലാണ്. വിജയൻ്റെ ഒരു എൻ്റർടൈനിങ് പടമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. തിയേറ്ററിൽ നല്ലൊരു റെസ്പോൺസ് ഒക്കെ ഉണ്ട്. മമിതയും വിജയും കൂടി എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? മമിതയും വിജയുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ്. എന്തായാലും മമിത വലിയ സ്റ്റാർട്ടത്തിലേക്ക് പോവായിരിക്കും ഈ പടം കൂടെ ശേഷം അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം മമിതയ്ക്ക് നല്ല വമ്പൻ സ്പേസ് ആ സിനിമയിൽ കിട്ടിയേക്കുന്നത്. ഭയങ്കര സ്പേസ് ആ സിനിമയിൽ കിട്ടിയേക്കുന്നത് മമിതയ്ക്ക്. നല്ല ഹിറ്റ് ആയിരിക്കുമല്ലോ പടം? അത് അറിയില്ല, നോക്കി നോക്കാം. വിജയുടെ ആ ഒരു കംബാക്ക് പോലെ, അതായത് വിജയുടെ ലാസ്റ്റ് ഫിലിം ആയതുകൊണ്ട് തന്നെ അത്ര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫൈറ്റ് ഒക്കെ അടിപൊളിയാണ്. യൂഷ്വലി നമ്മൾ എന്തായാലും വിജയ് പടത്തിൽ ഒരു അടി എന്തായാലും പ്രതീക്ഷിക്കുമല്ലോ. ആ രീതിയിൽ തന്നെ അടിപൊളിയായിട്ടുണ്ട്. അവരുടെ ബോണ്ടിങ് ഒക്കെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു ഡോട്ടർ ഫാദർ എന്നുള്ള രീതിയിൽ നന്നായിട്ട് ബോണ്ടിങ് വർക്ക് ആവുന്നുണ്ടായിരുന്നു.